ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ക്യാപ്സിക്കം മുഴുവനായിട്ടും ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ജീരകവും അല്പം കറിവേപ്പിലയും ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് സവാള നന്നായി സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന്റെ സവാളയുടെ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ മധ്യഭാഗത്തേക്ക് ആക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടെ മധ്യഭാഗത്തേക്ക് ആക്കി കൊടുത്ത ശേഷം 2 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വീണ്ടും നമുക്ക് 1 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. 1 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം തോരൻ ഇവിടെ റെഡിയായി.